എല്ലാവർക്കും SR കറിവെട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ മധുഹൂദ്, അതായത് അറബിക് റൈസ്, അത് റെഡിയാക്കി എടുക്കാനായി ഇന്ത്യൻ ഗേറ്റിൻ്റെ സല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, അതായത് മന്തി റൈസ്. അത് ഇതുകൊണ്ട് ഒരു പാത്രമുണ്ട്. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ വാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതേ പാത്രത്തിൽ 1.5 പാത്രം വെള്ളം ചൂടാക്കിയെടുക്കണം. അരി ഏത് പാത്രത്തിലാണോ എടുത്ത് വെച്ചാൽ ആ പാത്രത്തിൽ 1.5 പാത്രം. ഇവിടെ 2 കിലോ കഷ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള സ്പൈസസ്: 1 ടീസ്പൂൺ കുരുമുളക്, 2 പട്ട, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 സ്റ്റാർ, 10 കറിയാമ്പൂ, 10 ഏലക്കായ. ജീരകം കുരുമുളകൊക്കെ മുഴുവനോട് കൂടിയിട്ടാണ് എടുക്കേണ്ടത്. ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് 10 പച്ചമുളക്, കുറച്ച് കുരുമുളക്, 3 തക്കാളി, 2 മാഗി ക്യൂബ്സ്, 1 ഡ്രൈ ലെമൺ, 1 സബോള. ഇത് സബോള പഴുത്തത് വേണം എടുക്കാൻ. ഇനി ഈ സബോളയും വെളുത്തുള്ളിയും തക്കാളിയും കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം, പേസ്റ്റ് രൂപത്തിൽ. ഇതുപോലെ. ഇനി സ്പൈസസ് പൊടിച്ചെടുക്കാനായി ചൂടായ പാനിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പട്ട, ജീരകം, കുരുമുളക്, സ്റ്റാർ, കറിയാമ്പൂ, ഏലക്കായ. എന്നിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ദേ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി വലിയൊരു പോട്ടിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 ഏലക്കായ, 4 കറിയാമ്പൂ, 1 പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ബേ ലീഫ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകിൽ നിന്ന് 5 പച്ചമുളക് മുഴുവനോട് കൂടി കട്ട് ചെയ്യാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച തക്കാളിയുടെ മിക്സും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കുക്കാക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ റോസ്റ്റാക്കിയെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ കുക്കായി വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ വേണം മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് മാഗി ക്യൂബ്സ് നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കി കൊടുക്കണം. ചിക്കൻ കളർ ചേഞ്ചായി വരണം. ഇനി ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ ഹാഫ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏത് പാത്രത്തിലാണോ അരി എടുത്ത് വെച്ചാൽ ആ പാത്രത്തിൻ്റെ 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള പച്ചമുളക് 5 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, മുഴുവനോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്യാതെ. എന്നിട്ട് മൂടി വയ്ക്കുക. ഇനി തിളച്ചിട്ട് അരിയുടെ ലെവലിൽ വെള്ളം വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് കൊടുക്കുക. ഇപ്പോൾ ദേ ഇവിടെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് മാത്രമേ ദം ചെയ്യാൻ പാടുള്ളൂ. അതും വെള്ളം വറ്റി അരിയുടെ ഒരേ ലെവലിലാവുമ്പോൾ മാത്രം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയി കിട്ടും. അടിപൊളി ചിക്കൻ മധൂദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു.